ഈ അടുത്ത ഇടയ്ക്ക് ഒരു കുട്ടി എന്നോട് ചോദിച്ചൊരു സംശയമാണ്. കുട്ടികളായ നമ്മൾ മാതാപിതാക്കളെ ഹാപ്പിയാക്കാനായിട്ട്, അവരെ പ്രീതിപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അതുപോലെ തന്നെ നെഗറ്റീവ് ചിന്താഗതിയുള്ള പാരൻസ് എപ്പോഴും നിരുത്സാഹപ്പെടുത്തുകയും എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരോട് തർക്കുത്തരം പറയുന്ന, അല്ലെങ്കിൽ അവരുടെ വാക്കിനെ ധിക്കരിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ഒരു കുട്ടി എന്നോട് ഡൗട്ടായിട്ട് ചോദിച്ചു. അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യനായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അത് ഒരു ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ, ഈശ്വരൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. പിതാവിൻ്റെയും ഒരു മാതാവിൻ്റെയും പുത്രനായിട്ടോ പുത്രിയായിട്ടോ ഒരു വ്യക്തി ജനിച്ചു എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് നിങ്ങളുടെ സ്വന്തമൊന്നുമല്ല. ഈ പ്രപഞ്ചം ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കാനായി നിങ്ങളെ ഒരു നിശ്ചിത സമയപരിധിക്ക് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ദൗത്യമാണ്. സോ ഒരിക്കലും ഒരു കുഞ്ഞിനെ നിങ്ങളുടെ അടിമയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അധീനതയിൽ തന്നെ നിൽക്കണമെന്നുള്ള രീതിയിലോ ഒരു കുഞ്ഞിനെ കാണാതിരിക്കുക. കുഞ്ഞുങ്ങളോടും പറയേണ്ടത് ഇതാണ്: മാതാപിതാക്കളെന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളെ പോറ്റിപ്പുലർത്തേണ്ട അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട രണ്ട് വ്യക്തികളായിട്ട് കാണരുത്. അവരുടെ ദൗത്യമാണ് നിങ്ങൾക്ക് ജന്മം നൽകാനും നിങ്ങളെ വളർത്തി വലുതാക്കാനും അവർക്കൊരു ദൗത്യമാണ്. എന്നതിൽ കവിഞ്ഞ് നിങ്ങളോട് പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻ്റ് ഒന്നും അവർക്കില്ല. ഒരിക്കലും മാതാപിതാക്കൾ നിങ്ങളുടെ ദോഷത്തിനായിട്ട്, തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യത്തില്ല. നിങ്ങൾ പഠിക്കണമെന്ന് പറയുന്നതും, നിങ്ങൾ ചില കാര്യങ്ങളിൽ എഫേർട്ട് ഇടണം എന്ന് പറയുന്നതും, വീട്ടിലെ ചില ജോലികളൊക്കെ ചെയ്യണമെന്ന് പറയുന്നതും, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി മുതിർന്നു കഴിയുമ്പോൾ, അപ്പനെപ്പോലെ അമ്മയെപ്പോലെ ആയിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ഇൻഡിപെൻഡൻ്റായിട്ട് മുമ്പോട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യണമെന്ന് അപ്പനും അമ്മയും ശഠിക്കാൻ കാരണം. അപ്പോൾ അവരൊരിക്കലും പഠിക്കെന്ന് പറയുമ്പോൾ നിങ്ങളെക്കൊണ്ട് എന്തോ ഒരു വലിയ ടാസ്ക് ചെയ്യിപ്പിക്കുന്നതല്ല, അല്ലെങ്കിൽ വീട്ടിൽ അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് ഒരു കഠിന വേല ചെയ്യിപ്പിക്കുന്നതുമല്ല. അത് നിങ്ങൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ്. ഇതുപോലെ മാതാപിതാക്കളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കുഞ്ഞുങ്ങളെ അടിച്ചേൽപ്പിക്കാനായിട്ട് നിങ്ങൾ അടിമയോ നിങ്ങളുടെ കൺട്രോളിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോ അല്ല മക്കൾ ശരിക്കും ഈ പ്രപഞ്ചം നിങ്ങളെ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങളായതുകൊണ്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ ഈ പ്രപഞ്ചത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വ്യക്തിത്വങ്ങളാക്കി മാറ്റി പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ട ദൗത്യം. അതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്ത് കാണിക്കാനായിട്ടുള്ള ഒരു പാവയായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്ന ഐഡിയാസ് കംപ്ലീറ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യക്തിത്വങ്ങളായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണരുത്. ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ സമയത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വളർത്താനായിട്ട് തന്നിരിക്കുന്ന വ്യക്തിത്വങ്ങൾ മാത്രമാണ്. സോ ആ രീതിയിൽ വേണം കുഞ്ഞുങ്ങളോട് നിങ്ങൾ ഇടപെടാൻ. ഇനി മറ്റൊരു കാര്യം മാതാപിതാക്കളോട് പറയേണ്ടത്, പഠിത്തമല്ല ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായ കാര്യം. നിങ്ങൾ എന്തിന് കുഞ്ഞുങ്ങളോട് പഠിക്കാൻ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന ഉപജീവന മാർഗം എന്ന് പറയുന്ന കാര്യമല്ല ജീവിതത്തിനകത്തുള്ള എല്ലാം. അപ്പോൾ പഠിത്തവും ഉപജീവന മാർഗവും എന്ന് പറയുന്നത് ജീവിതത്തിനകത്ത് ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന ഒരു കാര്യമാണ്, ഏറ്റവും മുകളിൽ നിൽക്കുന്ന കാര്യമല്ല. സോ ഇന്ന് എന്തുകൊണ്ടോ നമ്മുടെ പ്രയോറിറ്റീസൊക്കെ മറ്റൊരു രീതിയിൽ തിരിഞ്ഞുപോയി. സോ അവിടെ വീണ്ടും ശരിയായ രീതിയിൽ എന്താണ് ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കി, അത് കേവലം വിദ്യാഭ്യാസമോ കേവലം ഒരു ഉപജീവന മാർഗമോ അല്ല മനുഷ്യൻ്റെ പൊട്ടൻഷ്യൽ എന്നുള്ള കാര്യത്തെ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം പാരൻസ് എന്നുള്ള നിലയിൽ നിങ്ങൾക്കും, ആ രീതിയിൽ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കിക്കേണ്ട ഉത്തരവാദിത്വവും പാരൻസ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് തന്നെയാണ്. സോ ഈ കാലഘട്ടത്തിൽ മറ്റൊരു രീതിയിൽ വളർത്തുകയും വളർത്തപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ദോഷഫലങ്ങളാണ്, അനന്തര ഫലങ്ങളാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. ഇനി രണ്ടാമത് ചോദിച്ച ചോദ്യത്തിനകത്ത് അപ്പനും അമ്മയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ അവരുടെ അടുത്ത് തിരിച്ച് ആ രീതിയിൽ പ്രതികരിക്കുന്നത് കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്.
സോ ഒരിക്കലും അപ്പനും അമ്മയ്ക്കും വിഷമമുണ്ടാക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്നത് അത്ര നന്നല്ല. കാരണം നിങ്ങളെ ജനിപ്പിച്ചതും നിങ്ങളെ വളർത്തുന്നതും ഒക്കെ അവരായതുകൊണ്ട് അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി നിങ്ങളിൽ നിന്നുണ്ടാകുന്നത് ഒരിക്കലും അഭികാമ്യമല്ല. അത് നിങ്ങൾക്ക് ദോഷമായിട്ട് ബാധിക്കും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം, അപ്പനോട് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ, അമ്മയോട് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ, അവരോടൊന്ന് കയർത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്, ഇതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ എപ്പോഴും അപ്പൻ്റെ അമ്മയുടെയും ഭാഗത്ത് നിന്ന് വരുന്നൊരു ബ്ലെസ്സിങ് ഉണ്ട്. പോസിറ്റീവായിട്ട് അവരുടെ ഹൃദയത്തിനകത്ത് വരുന്ന ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ ഭാവിക്ക് വളരെ അനുഗ്രഹമായിട്ടുള്ളൊരു കാര്യമാണ്. മറിച്ച് അവരുടെ മനസ്സിൽ നിന്നും അവരുടെ വായിൽ നിന്നും നിങ്ങൾക്ക് നേരെ ശാപവാക്കുകളാണ് വരുന്നതെങ്കിൽ, എതിർപ്പുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദോഷമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പോസിറ്റീവും നെഗറ്റീവും ഈ പ്രപഞ്ചത്തിൻ്റെ അകത്ത് തന്നെയുള്ളൊരു തിയറിയാണ്. സോ കഴിയുന്നതും അപ്പനെയും അമ്മയും വിഷമിപ്പിക്കാതെ, അവരെ കൊണ്ട് ശാപവാക്കുകൾ പറയിപ്പിക്കാതെ ജീവിക്കുവാനായിട്ട് മക്കൾ ശ്രമിക്കേണ്ടത് മക്കളുടെ തന്നെ ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ്. ഇനി ചില സന്ദർഭത്തിൽ ഇപ്പോൾ മദ്യപിച്ച് വന്ന് പ്രശ്നമുണ്ടാക്കുന്ന അപ്പനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്ന അമ്മയോ, അങ്ങനെ ചില സിറ്റുവേഷനിൽ അപ്പൻ്റെ ഭാഗത്തുനിന്നും അമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത സമീപനം ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അത് ജെനുവിനാണെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാം, നിങ്ങൾക്ക് അതിനെതിരെ പ്രതികരിക്കാം, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. സോ ഇതുപോലെ തന്നെ മറ്റേ വശം എന്ന് പറയുന്നത്, എന്തെങ്കിലും ചെയ്ത് അപ്പനെയും അമ്മയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾ അറിഞ്ഞ് കണ്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും അതിനകത്ത് സന്തോഷം ഉണ്ടാവും. സോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇൻറ്റൻഷനലി ചെയ്ത് അവരെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. ഓക്കെ, സോ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ കൂടുതൽ സംസാരിച്ച് പോകുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യന് ഇത്രയൊക്കെ ആൻസർ മതിയാവും.